ഒരു കാലത്ത് ഭക്തനായ പ്രഹ്ലാദനെ സംരക്ഷിക്കാൻ വേണ്ടി അസുര രാജാവായ ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച ശ്രീ മഹാവിഷ്ണുവിന്റെ ഉഗ്രരൂപമായ നരസിംഹാവതാരത്തെ തടയാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. ഹിരണ്യകശിപുവിനെ വധിച്ച ശേഷം ഭഗവാൻ നരസിംഹത്തിന്റെ കോപം ശമിച്ചില്ല. അവിടുത്തെ അലർച്ച 3 ലോകങ്ങളെയും പിടിച്ചുകുലുക്കി. ദേവന്മാർ, അസുരന്മാർ, യക്ഷന്മാർ, ഗന്ധർവന്മാർ എന്നിവരെല്ലാം ഭയന്നു വിറച്ചു. അങ്ങനെ പ്രപഞ്ചത്തിൽ സന്തുലിതാവസ്ഥ തിരികെ കൊണ്ടുവരാൻ എല്ലാ ദേവന്മാരും മഹാദേവനെ അഭയം പ്രാപിച്ചു. നരസിംഹാവതാരത്തിന്റെ അനിയന്ത്രിതമായ ക്രോധം ശമിപ്പിക്കാനായി മഹാദേവൻ ഭയങ്കരവും ശക്തിയേറിയതുമായ ഒരു രൂപം പ്രകടമാക്കി. അതാണ് ശരഭാവതാരം. ശരഭൻ എന്നത് സിംഹത്തിന്റെയും പക്ഷിയുടെയും രൂപങ്ങൾ ചേർന്ന അതിശക്തനും വേഗതയേറിയവനുമായ ഒരു ദിവ്യ രൂപമായിരുന്നു. മഹാദേവന്റെ ആ രൂപം അത്രയ്ക്ക് ഭയാനകമായിരുന്നു. ശരഭനെ കണ്ട ദേവന്മാർ പോലും നടുങ്ങിപ്പോയി. നരസിംഹാവതാരവും ശരഭനും തമ്മിൽ ഒരു ഘോര യുദ്ധം നടന്നു. ദിവസങ്ങളോളം നീണ്ട ആ പോരാട്ടം സ്വർഗത്തെയും ഭൂമിയെയും പ്രകമ്പനം കൊള്ളിച്ചു. ഒടുവിൽ ഭഗവാൻ ശരഭൻ നരസിംഹാവതാരത്തെ തന്റെ നഖങ്ങൾക്കുള്ളിൽ മുറുകെ പിടിച്ച് അവിടുത്തെ കോപം ശമിപ്പിച്ചു. ആ നിമിഷം ശ്രീ നരസിംഹം മഹാദേവന്റെ പരമോന്നത ശക്തി മനസ്സിലാക്കുകയും ആ ഉഗ്രശക്തി തിരിച്ച് മഹാവിഷ്ണുവിലേക്ക് ലയിക്കുകയും ചെയ്തു. അങ്ങനെ ശ്രീ മഹാവിഷ്ണുവിന്റെ നരസിംഹാവതാരത്തിന്റെ ക്രോധത്തെ പോലും അടക്കാൻ കഴിവുള്ള രൂപമായ ശരഭാവതാരം മഹാദേവന്റെ ഏറ്റവും ശക്തവും ഭയാനകവുമായ രൂപങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. പ്രപഞ്ചത്തിലെ സന്തുലിതാവസ്ഥ എപ്പോഴും പുനഃസ്ഥാപിക്കുന്ന മഹാദേവന്റെ അനന്തമായ ശക്തിക്കും കൃപയ്ക്കും മുൻപിൽ ശിരസ് നമിക്കുക. ഹർ ഹർ മഹാദേവ്.